പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ യഥാർത്ഥത്തിൽ 2000 കാലഘട്ടത്തെക്കുറിച്ചിട്ട് ഒരു ചിന്തിക്കരുത്. 2000 എന്ന് പറയുന്ന വർഷം, ആ വർഷത്തിൽ ഞാൻ പ്ലാനിംഗ് ബോർഡിലെ വൈസ് ചെയർമാനായിരുന്ന പ്രൊഫസർ IS ഗുലാത്തിയുടെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. CPM-ൽ പ്രവർത്തിക്കുന്ന കാലം. ആ കാലഘട്ടത്തിലാണ് പാർട്ടി ഒരു ചാനൽ ആരംഭിക്കുന്നതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ഉയർന്നു വരുന്നത്. അത് ഉയർന്നു വന്നപ്പോൾ വലിയ ആവേശമാണെന്ന് ഉണ്ടാക്കിയത് പാർട്ടി പ്രവർത്തകരുടെ ഇടയിലും അണികളുടെ ഇടയിലൊക്കെ തന്നെ. പാർട്ടി സ്വന്തമായൊരു ചാനൽ തുടങ്ങും. സ്വാഭാവികമായും പാർട്ടിക്ക് പറയാനുള്ളതെല്ലാം സ്വന്തമായി പറയാൻ ആ ചാനലിലൂടെ കഴിയും. എന്ന് മാത്രമല്ല, പാർട്ടി ഒരു ചാനൽ തുടങ്ങുമ്പോൾ ആ ചാനലിലെ ഓഹരി ഉടമകളുടേതായിരിക്കുമല്ലോ ആ ചാനൽ. സ്വാഭാവികമായും പാർട്ടിയിൽ അധീശത്വമുള്ളത് തൊഴിലാളി വർഗത്തിനാണല്ലോ. അപ്പോൾ സ്വാഭാവികമായി ഒരു തൊഴിലാളി വർഗ പാർട്ടി ഒരു ചാനൽ തുടങ്ങുമ്പോൾ ആ ചാനലിൻ്റെ ഉടമാവകാശം തൊഴിലാളികളിൽ നിക്ഷിപ്തമായിരിക്കുമല്ലോ. അപ്പോൾ തൊഴിലാളികളിൽ നിക്ഷിപ്തമായിട്ടുള്ള തൊഴിലാളികളുടെ ഉടമസ്ഥാവകാശത്തിലുള്ള ഒരു ചാനൽ, ഒരു TV ചാനൽ, വളരെ വലിയ ആവേശമാണത് ഉണ്ടാക്കിയത്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനുമൊക്കെ തന്നെ വലിയ ആവേശത്തോടുകൂടി അതിൻ്റെ ഓഹരി സമാഹരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനന്ന് വീട് പണിയുന്ന സമയമാണ്. ആ വീട് പണിയുന്ന സമയത്ത് അതിനിടയിൽ ഞാൻ അതിൽ 20,000 രൂപയുടെ ഓഹരി, 2000 ഓഹരികൾ എടുത്തു. ഏതാണ്ട് ഒരു 2 ലക്ഷം രൂപ പിരിച്ചു കൊടുത്തു എന്നും എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെയും കൂടി ഉടമാവകാശത്തിൽ പാർട്ടിയിലെ ലക്ഷക്കണക്കിന് വരുന്ന വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ ഉടമാവകാശത്തിൽ ഒരു ജനകീയ ചാനൽ, ജനങ്ങളുടെ ചാനൽ, അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ CPM-നെതിരായിട്ടാണല്ലോ എല്ലാ ചാനലുകളും വർത്തമാനം പറഞ്ഞു. അപ്പോൾ CPM-ൻ്റെ സ്വന്തം അഭിപ്രായം പറയാനുള്ള ചാനൽ. അപ്പോൾ ആ ആവേശമായിരുന്നു ഉണ്ടായിരുന്നു. വലിയ തോതിലായിരുന്നു അന്ന് അതിനു വേണ്ടിയിട്ടുള്ള ധനസമാഹരണം. അതുമായി ബന്ധപ്പെട്ട് ഒരു പാർട്ടി കത്ത്, ജനുവരി 2000 ഇറങ്ങിയിട്ടുള്ള പാർട്ടി കത്ത്, 5/2/2000 ഇറങ്ങിയിട്ടുള്ള പാർട്ടി കത്ത് ഇടതുപക്ഷ ചിന്തകനും ബുദ്ധിജീവിയുമായിട്ടുള്ള ഡോക്ടർ ആസാദ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൂടെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് വായിക്കുന്നത് നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. നമ്മുടെ പാർട്ടിക്കും വർഗ ബഹുജന സംഘടനകൾക്കുമെതിരായി നടന്നു വരുന്ന കടന്നാക്രമണങ്ങളും നുണപ്രചരണങ്ങളും ശക്തമായി നേരിടുന്നത് നമ്മുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും അത്യന്താപേക്ഷിതമാണ്. കായികമായ ആക്രമണങ്ങൾ നേരിടുന്ന പോലെ തന്നെ പ്രധാനമാണ് ആശയപരമായിട്ടുള്ള വെല്ലുവിളികൾ. ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഈ രംഗത്ത് വലിയ സാന്നിധ്യമാണ്. മലയാള മനോരമ പത്രഗ്രൂപ്പ് മനോരമ വിഷനും തുടങ്ങുകയാണ്. ദൂരദർശനെ BJP വർഗീയവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വകാര്യ ചാനലുകളെല്ലാം നമുക്കെതിരാണ്. ഈ സാഹചര്യത്തിലാണ് പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ ഒരു ചാനൽ തുടങ്ങണമെന്ന ആശയം ഒട്ടേറെ സഖാക്കളും അനുഭാവികളും ചില പാർട്ടി കമ്മിറ്റികൾ തന്നെ മുന്നോട്ട് വെച്ചത്. ഇതിനെക്കുറിച്ച് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ആലോചിച്ചു. വരുന്ന സെപ്റ്റംബറിൽ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴേക്ക് വ്യാപകമായ അംഗീകാരം നേടിക്കഴിഞ്ഞ ഒരു ചാനലായി മാറാൻ കഴിയണമെങ്കിൽ ഒട്ടും വൈകാതെ ഇതിൻ്റെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കണമെന്ന് കണ്ടു. പാർട്ടിയുടെയും വർഗബഹുജന സംഘടനകളുടെയും നമ്മുടെ അനുഭാവികളുടെയും എതിരാളികളല്ലാത്ത സാമ്പത്തിക ശേഷിയുള്ളവരുടെയും പൂർണ്ണ കഴിവുകൾ ഉപയോഗപ്പെടുത്തിയാൽ ഇത് യാഥാർത്ഥ്യമായി മാറും. തുടങ്ങാനിരിക്കുന്ന TV ചാനലിൻ്റെ പേര് മലയാളം TV എന്നായിരിക്കും. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന മലയാളികളുടെ സ്വന്തം TV ആയി കാണുന്നതിന് ഈ പേര് ഉതകും. ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായി മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് അപേക്ഷ നൽകിയിരിക്കുകയാണ്. 50% ഷെയർ പാർട്ടി സഖാക്കളിൽ നിക്ഷിപ്തമായിരിക്കണം. അതാണ് പാർട്ടി സഖാക്കളുടെ ചാനൽ എന്ന് ഞാൻ സൂചിപ്പിച്ചത്. മലയാളം കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ ബോർഡായിരിക്കും യഥാർത്ഥ ഉടമ. ഇതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്തായിരിക്കും. കേരളത്തിൽ നിലവിലുള്ള ചാനലുകൾക്ക് പുറമെ പുതിയത് ചിലത് അടുത്തിടെ തന്നെ ആരംഭിക്കാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. ഈ ചാനലുകളെല്ലാം നമുക്കെതിരെ ഉയർത്തുന്ന പ്രചാരണങ്ങൾ നേരിട്ട് യഥാർത്ഥ വസ്തുത ജനങ്ങളുടെ മുന്നിലെത്തിക്കാൻ ഇത്തരമൊരു ചാനൽ ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഏറ്റവും ചുരുങ്ങിയത് 50 കോടി രൂപയെങ്കിലും ഇത്തരമൊരു ചാനൽ തുടങ്ങുന്നതിന് സമാഹരിക്കേണ്ടതുണ്ട്. തുടങ്ങുമ്പോൾ തന്നെ 30 കോടി രൂപയെങ്കിലും വേണ്ടിവരുമെന്നാണ് കണക്കാക്കുന്നത്. ഷെയർ ഇനത്തിൽ പെട്ടെന്ന് തന്നെ 25 കോടി രൂപ പാർട്ടി അംഗങ്ങളിൽ നിന്ന് സമാഹരിക്കാൻ കഴിയണം. കമ്പനി ആയതിനാൽ വ്യക്തിപരമായ ഷെയറുകളാണ് വേണ്ടത്. ഇതിൽ ഭൂരിപക്ഷം ഷെയറുകളും നമ്മുടെ സഖാക്കളുടെ കയ്യിലുണ്ടായാൽ മാത്രമേ കമ്പനി മറ്റുള്ളവരുടെ കയ്യിൽ പോകാതിരിക്കൂ. ഇതിന് പരമാവധി ഷെയർ സഖാക്കൾ എടുക്കുന്ന നില വരണം. കേരളത്തിലെ പാർട്ടി അംഗങ്ങളിൽ 1 ലക്ഷം രൂപ വീതം ഷെയർ എടുക്കാൻ പറ്റുന്ന സഖാക്കളെ ജില്ലാ കമ്മിറ്റികൾ ആദ്യം കണ്ടെത്തണം. 3 ജില്ലകളിലൊഴികെ എല്ലാ ജില്ലകളിലും 1 ലക്ഷം രൂപ ഷെയർ എടുക്കുന്ന 100 വീതം സഖാക്കളെ കണ്ടെത്തണം.
ഇതിനു പുറമെ 1 ലക്ഷത്തിൽ കുറഞ്ഞ തുകയുടെ ഷെയറുകളും ശേഖരിക്കണം. ഓരോ ജില്ലയിലും 1 ലക്ഷത്തിന് താഴെ 10,000 രൂപ വരെ ഷെയർ എടുക്കുന്ന പാർട്ടി അംഗങ്ങളെ പാർട്ടി ഘടകങ്ങൾ കണ്ടുപിടിക്കണം. 10,000 രൂപയുടെ 1000 ഷെയർ വീതം 3 ജില്ലകളിലൊഴികെ ശേഖരിക്കുകയാണ് വേണ്ടത്. അടുത്ത പാരഗ്രാഫ് വളരെ നിർണായകമാണ്. ഈ സംരംഭത്തിൽ എല്ലാ പാർട്ടി അംഗങ്ങളും ഷെയർ എടുക്കണം. എല്ലാ പാർട്ടി അംഗങ്ങളും ഈ സംരംഭത്തിൽ ഷെയർ എടുക്കണം. 10,000-ന് താഴെ ഷെയർ എടുക്കുന്നവർ അവർക്കാവുന്ന തുകയുടെ ഷെയറാണ് എടുക്കേണ്ടത്. 10,000-ൽ താഴെ ഷെയർ എടുക്കുന്നവർ അവർക്ക് ഉതകുന്ന തുകയുടെ ഷെയറാണ് എടുക്കേണ്ടത്. ഒരു പാർട്ടി അംഗം കുറഞ്ഞത് 100 രൂപയുടെ ഷെയറെങ്കിലും എടുത്തിരിക്കണം. അതായത് ഈ പാർട്ടി അംഗങ്ങൾ എല്ലാവരും ഇതിൽ ഷെയർ എടുക്കണം. 10,000-ൽ താഴെ ഷെയർ എടുക്കുന്നവർ അവർക്കാകുന്ന തുകയുടെ ഷെയർ എടുക്കണം. ഒരു പാർട്ടി അംഗം കുറഞ്ഞത് 100 രൂപയുടെ ഷെയറെങ്കിലും എടുത്തിരിക്കണം. 1 ലക്ഷം രൂപ ഭാരിച്ച സംഖ്യയാണെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഷെയർ എടുപ്പിക്കാൻ പാർട്ടിക്ക് സാധിക്കണം. ബിസിനസ് താല്പര്യമുള്ളവർ സ്വമേധയാ തന്നെ ഷെയർ എടുക്കാൻ തയ്യാറാവും. സ്വാഭാവികമായും ഇത്തരമൊരു കമ്പനി 3-4 വർഷം കൊണ്ട് ലാഭകരമാകും. ഇത്തരമൊരു കമ്പനി 3-4 വർഷം കൊണ്ട് ലാഭകരമാകും. അപ്പോൾ ഷെയറിന് ഡിവിഡൻഡ് ലഭിക്കുമെന്നത് കമ്പനി കാര്യം അറിയാവുന്നവർക്കെല്ലാം മനസ്സിലാവുന്നതാണ്. ഇതാണ് 5/2/2000 പാർട്ടി ഇറക്കിയ പാർട്ടി കത്തിൽ ഈ കൈരളി ചാനലിനെ കുറിച്ചിട്ട് പറയുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ സൂചിപ്പിച്ചു ഇതുണ്ടാക്കിയ ഒരു ആവേശം. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വശം എന്ന് പറയുന്നത് തൊഴിലാളിയുടെ ഉടമസ്ഥാവകാശത്തിൽ തൊഴിലാളി താല്പര്യം സംരക്ഷിക്കുന്ന, തൊഴിലാളികളുടെ ആശയങ്ങൾ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുന്ന ഒരു ചാനൽ കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി വർഗ പാർട്ടിയായിട്ടുള്ള CPM ആരംഭിക്കുന്നു. എന്ന് മാത്രമല്ല, ഇതിനകത്ത് പറയുന്നത് 3 വർഷം കഴിയുമ്പോൾ ലാഭകരമാകുമ്പോൾ ഡിവിഡൻഡും ലഭിക്കും. ഈ ഒരു ഇതും കൂടെ ഉണ്ടല്ലോ. ഇത് ലാഭകരമാകും എന്നുള്ളത് ഉറപ്പാണല്ലോ. കാരണം ഇനി കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി, ആ പാർട്ടി തുടങ്ങുന്ന ചാനൽ, സ്വാഭാവികമായി ഇത് ലാഭത്തിലാവും. കാരണം ലക്ഷക്കണക്കിന് പാർട്ടി അംഗങ്ങൾ, ലക്ഷക്കണക്കിന് പാർട്ടി അനുഭാവികൾ എല്ലാം കൂടെ ചേരുമ്പോഴത്തേക്കും അവരെല്ലാം കൂടെ കണ്ടു കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങ് ലാഭമാകുമല്ലോ. അപ്പോൾ ഡിവിഡൻഡും കിട്ടും. അപ്പോൾ തൊഴിലാളി വർഗത്തിൻ്റെ നേതൃത്വമുള്ള പാർട്ടി 100 രൂപയ്ക്ക് വരെ ഷെയർ എടുക്കണം എന്ന് പറയുന്നു. എല്ലാവരും ഷെയർ എടുക്കണം. അപ്പോൾ വലിയ ആവേശമാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ എൻ്റെ വീട് പണിയുടെ സമയത്തും ഞാൻ 10,000 വീതമുള്ള 2,000 ഷെയറുകൾ എടുത്തു. ഒരു ഷെയറിന് 10 രൂപ വെച്ച് 20,000 രൂപയുടെ ഷെയർ എടുത്തു. ആ ഷെയർ സർട്ടിഫിക്കറ്റാണ് ഇത്. സുഹൃത്തുക്കളെ, ഇതാണ് തുടങ്ങിയ സമയത്തെ കഥ. എന്നാൽ പിന്നീട് നമ്മളങ്ങോട്ട് നോക്കുമ്പോൾ എന്താ നമുക്ക് കാണാൻ കഴിയുന്നതെന്നറിയാമോ? പിന്നീട് ഈ പറഞ്ഞതുപോലെ വർഷങ്ങളിങ്ങനെ കടന്നുപോയി. കൈരളി ഇങ്ങനെ പ്രവർത്തിച്ച് വന്നു. കൈരളി ചാനൽ പ്രവർത്തിച്ചു വന്നു. അവിടെ പാളയത്ത് തന്നെ വലിയ ഒരു സമുച്ചയം നിർമ്മിച്ചു. ഏതാണ്ട് ഒരു 8-10 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ ഒരു ദിവസം എന്നോട് ചോദിച്ചു, അല്ല, നമ്മൾ ഈ 12,000 ഷെയർ നമ്മൾ കൈരളിയിൽ എടുത്തിരുന്നില്ലേ? അപ്പോൾ അത് സംബന്ധിച്ച് നമുക്ക് ഡിവിഡൻഡൊക്കെ കിട്ടണ്ടേ? അതുപോലെ 10-12 വർഷം കഴിഞ്ഞല്ലോ. ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ അവരത് പിന്നെയും ചോദിച്ചുകൊണ്ടിരുന്നു. കാരണം ഇത് 12,000 ഷെയർ നമ്മൾ എടുത്തിട്ടുള്ളതല്ലേ. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ഡിവിഡൻഡ് കിട്ടണ്ടേ എന്ന് പറഞ്ഞിട്ട് അവർ ചോദിച്ചു. അവസാനം അവരോ മറ്റോ ഒരു തവണ ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ മറ്റായിരുന്ന ജോൺ ബ്രിട്ടാസിനെ വിളിച്ച് എന്തൊക്കെയോ കാരണങ്ങളൊക്കെ പറഞ്ഞു. എന്തായാലും 10 നയാ പൈസ കിട്ടിയില്ല. എന്തായാലും KM ഷാജഹാൻ എന്ന് പറഞ്ഞ് ഞാൻ കൈരളിയുടെ ഒരു ഓഹരി ഉടമയാണ്. 24 വർഷക്കാലമായി എനിക്ക് 2,000 ഷെയറുകൾ ഇതിലുണ്ട്. അത് 20,000 രൂപയുടെ ഷെയറാണ്. പക്ഷേ എനിക്കൊരു നയാ പൈസ പോലും ഇതുവരെ ഡിവിഡൻഡ് ലഭിച്ചിട്ടില്ല. 24 വർഷം കഴിഞ്ഞു ഞാൻ ഷെയർ എടുത്തിട്ട്. എനിക്കിതുവരെ നയാ പൈസയുടെ ഡിവിഡൻഡ് ഈ കൈരളി ചാനലിൽ നിന്ന് ലഭിച്ചിട്ടില്ല. എനിക്ക് 2,000 ഷെയറുകൾ അതിനകത്തുണ്ട്. സുഹൃത്തുക്കളെ, ഇപ്പോഴാണ് ചില പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത്. ആ പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നതനുസരിച്ച് 2017 ജൂലൈ 29 ഈ കൈരളിയുടെ ഡയറക്ടർ ബോർഡ് ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം എന്ന് പറയുന്നത്, ഒരു ഓഹരിയുടെ മുഖവില 10 രൂപയായിരുന്നുവെങ്കിൽ അത് 10,000 രൂപയാക്കി. അതായത് എനിക്കിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇനിയിപ്പം 2,000 ഷെയറല്ല എനിക്കുണ്ടാവുക, എനിക്കിനി 2 ഷെയർ ആയിരിക്കും ഉണ്ടാവുക. കാരണം 20,000 രൂപയാണല്ലോ, 10,000 രൂപ ആക്കി ഒരു ഓഹരിയുടെ വില. നേരത്തെ അത് ഒരു ഓഹരിയുടെ വില 10 രൂപയായിരുന്നു, അത് 10,000 രൂപയാക്കി. അപ്പോൾ എനിക്കിനി 2 ഓഹരികളായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? 10,000 രൂപയിൽ താഴെ നിക്ഷേപിച്ചവരുടെ എല്ലാം ഷെയറുകൾ ഒരു ട്രസ്റ്റിലേക്ക് മാറ്റി. അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. 1 എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർസ് ഓഫ് നോമിനൽ ഫേസ് വാല്യൂ ഓഫ് ₹10 ഈച്ച് ഈക്വലി പെയ്ഡ് അപ് ടു 1 ഇക്വിറ്റി ഷെയർ ഓഫ് നോമിനൽ ഫേസ് വാല്യൂ ഓഫ് 10,000
ഈച്ച് ഫുള്ളി പെയ്ഡ് അപ്പ് ആൻഡ് അക്കോർഡിംഗ്ലി ടു കൺസോളിഡേറ്റ്, അതായത് എന്നിട്ട് ആൻഡ് ദ ഓതറൈസ്ഡ് ഇഷ്യൂഡ് subscribed and paid up equity shares in the share capital of the company, provided that no share be entitled to a fraction of a share, and all fractional entitlements resulting from the consolidation shall be aggregated into whole shares, and the number of shares so arising shall be allotted to the board of directors of the company to a trust in the name and style Kairali Fractional Shareholders Entitlement Trust to be settled by the company for the benefit of the members. അതായത് ഈ സങ്കീർണമായി പറഞ്ഞിരിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഈ 2017 ഈ മലയാളം കമ്മ്യൂണിക്കേഷൻസിൻ്റെ ഡയറക്ടർ ബോർഡിൻ്റെ തീരുമാനപ്രകാരം ഒരു ഓഹരിയുടെ വില 10 രൂപയായിരുന്നു, ഒരു ഓഹരിയുടെ വില 10,000 ആക്കി മാറ്റി. അപ്പം ഒരു ഓഹരിക്ക് ഇനി വില 10,000 രൂപയാണ്. എന്നിട്ട് 10,000 രൂപയിൽ താഴെ നിക്ഷേപം നടത്തിയവരുടെ എല്ലാം ഷെയറുകൾ ഈ പറഞ്ഞതുപോലെ കൈരളി ഫ്രാക്ഷണൽ ഷെയർ ഹോൾഡേഴ്സ് എൻറ്റൈറ്റിൽമെൻറ്റ് ട്രസ്റ്റിലേക്ക് അങ്ങ് മാറ്റും. അതായത് 10,000 രൂപയിൽ താഴെ കൈരളിയിൽ നിക്ഷേപം നടത്തിയ ലക്ഷങ്ങളുടെ ഷെയറുകൾ ഇനിയില്ല. അത് ഈ പറഞ്ഞ പോലെ അത് ഇല്ലാതായി, അത് റദ്ദാക്കപ്പെട്ടു, അത് ഒരു ട്രസ്റ്റിലേക്ക് മാറ്റും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, ചാനൽ തുടങ്ങാൻ വേണ്ടി നമ്മളോട് പറഞ്ഞെന്താ, എല്ലാ പാർട്ടി അംഗങ്ങളും ഷെയർ എടുക്കണം, കുറഞ്ഞത് 100 രൂപയുടെയെങ്കിലും ഷെയർ എടുക്കണം എന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെ 100ഉം 200ഉം 500ഉം ഒക്കെ ഷെയർ എടുത്തിട്ടുള്ള 10,000-കണക്കിന് വരുന്ന തൊഴിലാളികളുടെ ഫ്രാക്ഷണൽ ഷെയർ ആണെന്ന് കണ്ട് ഒരു ട്രസ്റ്റിലേക്ക് അങ്ങ് മാറ്റുകയാണ്. അപ്പം 10,000-ൽ താഴെ നിക്ഷേപിച്ചവർക്ക് ഒന്നും ഇനി കൈരളിയിൽ ഷെയർ ഇല്ല. 10,000-ൽ താഴെ നിക്ഷേപിച്ച ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികൾക്കൊന്നും ഇനി ഷെയർ ഇല്ല. അപ്പോൾ തൊഴിലാളികൾക്കൊക്കെ തൊഴിലാളികളുടെ ഉടമസ്ഥതയിലുള്ളതായിരിക്കുമെന്നും തൊഴിലാളികൾക്ക് ഡിവിഡൻഡ് കിട്ടുമെന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങിയത്. അതിൽ 10,000-ൽ താഴെയുള്ളവരുടെ മുഴുവൻ ഷെയറുകൾ ഫലത്തിൽ അസാധുവാക്കപ്പെട്ടിരിക്കുന്നു. ഈ 2017 ജൂലൈ 29 ഈ ഡയറക്ടർ ബോർഡ് തീരുമാനപ്രകാരം. ഇതൊന്നും ഓഹരി ഉടമ എന്നുള്ള നിലയിൽ ഞാൻ അറിഞ്ഞിട്ടില്ല. ഇങ്ങനൊരു തീരുമാനം ഉണ്ടാകുമ്പോൾ നമ്മൾ അറിയണ്ടേ? നമ്മൾ അറിഞ്ഞിട്ടില്ല. എന്നു മാത്രമല്ല, 10,000-ൽ താഴെ പണം കൈരളിയിൽ നിക്ഷേപിച്ച ലക്ഷക്കണക്കിന് വരുന്ന സാധാരണ തൊഴിലാളികളുടെ എല്ലാം ഓഹരികൾ റദ്ദാക്കപ്പെട്ടിരിക്കുന്നു. അതൊക്കെ ഒരു ട്രസ്റ്റിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. അതാരിനി എങ്ങനെ കൈകാര്യം ചെയ്യും, ആര് കൈകാര്യം ചെയ്യും, ഒരു പിടിയുമില്ല. അത് ഓഹരി ഉടമകളെ അറിയിച്ചിട്ടുമില്ല. സുഹൃത്തുക്കളെ, ഇത് അതിഭീകരമായിട്ടുള്ളൊരു കുംഭകോണമല്ലേ ഇത്. ഇത് ഈ കൈരളി ചാനൽ ആരംഭിക്കാൻ വേണ്ടി 100ഉം 200ഉം 300ഉം ഒക്കെ രൂപയെന്നൊക്കെ പറഞ്ഞ് പണം നിക്ഷേപിച്ച ലക്ഷക്കണക്കിന് തൊഴിലാളികളെ ആദ്യാവസാനം ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ വഞ്ചിക്കുന്നതിന് തുല്യമായൊരു പ്രവർത്തനമല്ലേ ഈ കൈരളിയുടെ ഉടമകൾ നടത്തിയിട്ടുള്ളത്. എന്നിട്ടിപ്പോൾ കേൾക്കുന്നത് എന്താ, അതിനേക്കാൾ ഭീകരമായിട്ട് കേൾക്കുന്നത് എന്താ, കൈരളി ഡിവിഡൻഡ് തരുന്നില്ല. കാരണം എന്താ പറയുക, കൈരളി നഷ്ടത്തിലാണ്. ഓരോ വർഷവും കൈരളി നഷ്ടത്തിലായ കൈരളി എങ്ങനെയാണ് നമുക്ക് ഡിവിഡൻഡ് തരുന്നത് എന്നാണ് ഈ നടത്തിപ്പുകാർ ചോദിക്കുന്നത്. അതേസമയം തന്നെ കൈരളിയുടെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന അയാൾ ഇപ്പോഴും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അയാൾ, അതായത് ജോൺ ബ്രിട്ടാസ് എന്ന് പറഞ്ഞിട്ടുള്ള കൈരളിയുടെ ദീർഘകാലം മാനേജിംഗ് ഡയറക്ടറായിരുന്ന ആളുടെ പേരിൽ 3 കമ്പനികൾ രൂപീകരിക്കപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഒന്ന് കൈരളി ടെലിവിഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, ഒന്ന് MCL മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ്, ഒന്ന് കൈരളി അറേബ്യ എന്ന് പറഞ്ഞിട്ടുള്ള 3 കമ്പനികൾ. ആ കമ്പനികളെല്ലാം ഈ ജോൺ ബ്രിട്ടാസിൻ്റെ പേരിലാണ് രൂപീകരിച്ചിട്ടുള്ളത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്ന് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കുന്നത് കൈരളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലാഭകരമായിട്ടുള്ള പദ്ധതികളുടെ മുഴുവൻ, ലാഭകരമായിട്ടുള്ള പരിപാടികളുടെ മുഴുവൻ വരുമാനം ഈ ജോൺ ബ്രിട്ടാസിൻ്റെ ഉടമസ്ഥതയിലുള്ള കൈരളി ടെലിവിഷൻ പ്രൈവറ്റ് ലിമിറ്റഡിലേക്കും MCL മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡിലേക്കും കൈരളി അറേബ്യ എന്ന് പറഞ്ഞ കമ്പനിയിലേക്കുമാണ് പോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഡയറക്ടർ ബോർഡിലൊക്കെ ആരാണുള്ളതെന്ന് അറിയില്ല. ഏതോരണത്തിനകത്ത് A. വിജയരാഘവൻ ഉണ്ടെന്ന് കേൾക്കുന്നു, മറ്റുള്ളവരാരാണെന്ന് നമുക്കറിയില്ല. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, എന്താ സംഭവിച്ചിട്ടുള്ളത്. തൊഴിലാളികളിൽ നിന്നൊക്കെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ മുടക്കി തൊഴിലാളികളുടെ ഉടമസ്ഥാവകാശത്തിൽ, തൊഴിലാളികളുടെ ആശയ ആവിഷ്കാരത്തിന് വേണ്ടി തൊഴിലാളികൾക്ക് ഡിവിഡൻഡ് കൊടുത്ത് രൂപീകരിച്ച കൈരളി എന്ന് പറഞ്ഞ ആ മഹത്തായ സ്ഥാപനം, ആ സ്ഥാപനത്തിൻ്റെ മറവിൽ ഈ പാർട്ടി നേതൃത്വത്തിലുള്ള ചില ആളുകൾ
സമാനതകളില്ലാത്ത കുംഭകോണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിലേറ്റവും പ്രധാനമാണ് ജോൺ ബ്രിട്ടാസ് എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ രാജ്യസഭ MP ആയിട്ടുള്ള അയാളുടെ ഉടമസ്ഥതയിലുള്ള 3 കമ്പനികൾ. ആ കമ്പനികളിലേക്കാണ് കൈരളി ചാനലിന് ലാഭം കിട്ടുന്ന പരിപാടികളുടെ മുഴുവൻ കോടികളുടെ വരുമാനം ആ കമ്പനികളിലേക്കാണ് പോകുന്നത്. ആ കമ്പനികളിലേക്ക് പോകുന്നു, ആ കമ്പനി തടിച്ചു കൊടുക്കുന്നു. അതിൻ്റെ വരുമാനം ആരുടെ പോക്കറ്റിലേക്കാണ് പോകുന്നത് നമുക്കറിയില്ല. ആ കമ്പനികൾ ലാഭത്തിലാവുന്നു. ആ കമ്പനികളുടെ ലാഭമൊക്കെ നിക്ഷിപ്ത താല്പര്യക്കാർ ജോൺ ബ്രിട്ടാസും കൂട്ടരും കൊണ്ടുപോകുന്നു. കൈരളി ചാനൽ നിരന്തരമായ നഷ്ടത്തിൽ. കൈരളി ചാനലിൻ്റെ കൈരളി ചാനൽ നഷ്ടത്തിലായതുകൊണ്ട് ആർക്ക് ഡിവിഡൻഡ് കൊടുക്കുകയും വേണ്ട. ആ കൈരളി ചാനലിൽ തന്നെ 10,000 രൂപയിൽ താഴെ ഓഹരി ഉടമാവകാശമെടുത്ത ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ ഓഹരി തുക അവരെ ആ കൈരളിയിൽ ഓഹരിയായി നിക്ഷേപിച്ച തുക ഒറ്റയടിക്ക് റദ്ദാക്കപ്പെട്ടിരിക്കുന്നു. 10,000-ൽ താഴെയുള്ള 500, 1000, 1500 എന്നൊക്കെ പറഞ്ഞെടുത്ത് ഒറ്റയടിക്ക് റദ്ദാക്കപ്പെട്ടിരിക്കുന്നു. അതേതോ ട്രസ്റ്റിലേക്ക് പോകുന്നു. ആ ട്രസ്റ്റ് ആരുടെ ഉടമാവകാശത്തിലാണെന്ന് നമുക്കറിയില്ല. അതാരാണ് ചെലവഴിക്കുക എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഈ നിലയിൽ അതിഭീകരമായിട്ടുള്ള ഒരു പകൽ കൊള്ള കൈരളി ചാനലിൻ്റെ മറവിൽ കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സുഹൃത്തുക്കളെ, എനിക്കിനി ഈ വീഡിയോ തീരുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഞാൻ ഈ കൈരളിയിൽ ഒരു ഓഹരി ഉടമയാണ്. വളരെ ബുദ്ധിമുട്ടിയാണ് 2000 ഷെയർ 20,000 രൂപ കൊടുത്ത് ഞാൻ വാങ്ങിയത്. എനിക്കിന്നേ വരെ ഒരു നയാ പൈസയുടെ ഡിവിഡൻഡ് 24 വർഷമായി കൈരളിയിൽ നിന്ന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കൈരളിയിൽ നടക്കുന്ന ഈ കൊള്ളയ്ക്കെതിരെ ഒരു വലിയ നിയമ പോരാട്ടത്തിന് ഞാൻ തുടക്കം കുറിക്കാൻ പോവുകയാണ്. ഞാനൊരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് തന്നെ അത് ചെയ്യാനും ബുദ്ധിമുട്ടില്ല എന്നാണ് എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് എനിക്ക് വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഈ നിയമ പോരാട്ടത്തിൽ എന്നോടൊപ്പം നിൽക്കാൻ തയ്യാറുള്ളവർ അതിൻ്റെ വിശദാംശങ്ങൾ എൻ്റെ ഇമെയിൽ ID വഴി എന്നെ അറിയിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഇമെയിൽ ID kmshahjant@gmail.com എന്നാണ്. kmshahjant@gmail.com എന്നുള്ളതാണ്. ഈ ഇത്തരം ഒരു വലിയ പകൽക്കൊള്ള അനുവദിക്കാൻ ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിലോ അഭിഭാഷകൻ എന്നുള്ള നിലയിലോ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഈ സ്ഥാപനത്തിലെ ഒരു ഓഹരി ഉടമ എന്നുള്ള നിലയിൽ ഒരു നിയമ പോരാട്ടം ഞാൻ ആരംഭിക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായി ഈ പകൽക്കൊള്ളയെക്കുറിച്ചിട്ടുള്ള വിശദാംശങ്ങൾ, ഈ പകൽക്കൊള്ളയെക്കുറിച്ചിട്ടുള്ള പരാതി ഞാൻ രജിസ്ട്രാർ ഓഫ് കമ്പനിക്കും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനും രേഖാമൂലം തന്നെ ഞാൻ അറിയിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് കൈരളിയുടെ ഈ കൊള്ളയിൽപ്പെട്ട് വഞ്ചിതരായിട്ടുള്ള ആളുകൾ ഞാൻ ഈ പറഞ്ഞ ഇമെയിൽ ID-യിലേക്ക് ഇതിൽ വഞ്ചിതരായിട്ടുള്ളവർ ഇതിൻ്റെ വിശദാംശങ്ങൾ അറിയിക്കുകയും അവരുടെ ഫോൺ നമ്പറൊക്കെ അറിയിക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് ഒരുമിച്ച് ഈ പോരാട്ടത്തിൽ പങ്കെടുക്കാം എന്നാണ് എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് കൈരളി ചാനലിൻ്റെ പേരിൽ ഈ CPM-ൻ്റെ നിക്ഷിപ്ത താല്പര്യക്കാർ നടത്തുന്ന ഈ വലിയ പകൽ കൊള്ളയ്ക്കെതിരെ, ഈ വലിയ കുംഭകോണത്തിനെതിരെ നമുക്ക് ഒരുമിച്ച് പോരാടാം എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്.